വെള്ള കടിച്ചിട്ട് കൊടുത്തവർക്ക് ഭാര്യ നല്ല മനുഷ്യന്മാർ അള്ളാഹു ബർക്കത്താക്കട്ടെ. വെള്ളയും കടിക്കണ്ട പാമ്പും കടിക്കണ്ട, അള്ളാഹു സലാമത്താക്കട്ടെ. പാമ്പ് പണ്ടത്തോർ പറയല്ലോ വെള്ള കടിച്ചേക്കുന്ന ബംഗാറ്. അതിന് സമയത്ത് ഒരു പൂളില്ല ഉസ്താദെ ഉണ്ടായെങ്കിൽ തട്ടി ഞങ്ങൾക്ക് ഭാര്യ നല്ല ആശയുണ്ട്. എല്ലാവരും തന്നിന് ചിലപ്പോൾ ഞങ്ങൾക്ക് ബേജാറാന്ന്. പഠിച്ചോന്റെ കളി നോക്കും. 2 മാസം കഴിയുമ്പോ ഈ പെണ്ണിങ്ങ ഉസ്താദിന് ജമാഅത്തുകാർ ഒരു കത്ത് 4 പൗണ്ട് മാല മിസ്സായി ഉസ്താദ് നേരത്തെ വെച്ചിര പള്ളിക്ക് കിട്ടിങ് അതിരെ ഒരു പൂള് അതിരെ മണിയാ കായ് തായ അതിരെ കായ് പള്ളി കൊടുക്കും നേർച്ചാക്കിര എന്തിനീ പള്ളി മദ്രസക്ക് ഒരു പൂള് ആ കായ അന്നേ കൊടുത്തിരെങ്കിൽ മാല പൂളലാന്ന് അന്ന് ചൊല്ലി എന്തില്ല ഉസ്താദ് വെള്ള കടിച്ചങ്ങ് തേക്കോകില്ല 1000 രൂപ പിടിക്കറൂ. പിന്നെ 4 പൗണ്ട മാല കൊടുന്ന് വന്നത് ഇങ്ങനത്തെ ഇല്ലാനെ ഉസ്താദ്മാർ ലാജർ എങ്ങനെ ഉണ്ട് എന്തുസ്താദ് എന്ത് പ്രയോജനമില്ല. ഈ വർഷം എന്ത് പ്രയോജനമില്ല ഉസ്താദ്. പെരുന്നാൾ കഴിഞ്ഞ വർഷം തൊന്തരില്ല. ഈ വർഷം എന്തില്ല ആരുടെ എന്തില്ല ഉസ്താദ് പൈസ എന്തില്ല എന്തില്ല. ഇത് എപ്പോഴും ഒരേ പാട്ട് കേട്ട് കേട്ട് ആദത്തായി. പള്ളിയിൽ നിൽക്കുമ്പോ ഇവിടെ നല്ല മനസ്സന്മാർ അല്ല വലിയ പള്ളി വലിയ ദർഗ അള്ളാഹു ബർക്കത്താക്കട്ടെ. വലിയ മദ്രസ അള്ളാഹു നമ്മളെ കത്തി ഉസ്താദ് നമ്മളെ പരിചയക്കാൻ അള്ളാഹുവിന് ഇവിടെ വന്നിട്ട് നമ്മളാണ് ഉസ്താദ് ഇടലെന്നാണ്. അള്ളാഹുവിന് ബർക്കത്താക്കണേ റഹ്മാനെ. പള്ളിയിൽ നിൽക്കാൻ വേണ്ടി പോയിട്ട് നോക്കുമ്പോ ബെറുഭാവത്തങ്ങ് ജമാഅത്തിനങ്ങ് എന്ത് എത്ര പാവ ഉസ്താദ്മാർ ചെല്ലുന്ന കൂടെ ഇവിടെ എന്തില്ല ഉസ്താദ് എല്ലാവരും ബീഡി കെട്ടി സോറ ഇവിടെ വേറെ ഇവിടെ പള്ളി മാത്രമില്ല കെട്ടി നോക്കണ്ട. ഇവിടെ ആയത്തെങ്കിൽ എന്ത് ആപതില്ല ഉസ്താദ്. നിങ്ങൾക്ക് എല്ലാം ചെഷ്ടാക്കും. നിങ്ങൾ നിന്റെ ഒരു 6 തിങ്കളായാലും നിങ്ങൾക്ക് വേണേ പിന്നെ ശമ്പളം കൂട്ടാം പിന്നെ വേണേ കൂട്ടാം. ഇപ്പൊ എന്തില്ല ഭാര്യ കഷ്ടത്തിൽ 4 പൊണ്ണമി ഭാര്യ കഷ്ടത്തിൽ എന്നെ നോക്ക നിങ്ങൾ നിക്കറു നോക്ക ഉസ്താദ്. നിങ്ങൾ അങ്ങോട്ടല്ലോ എന്ത് പേടിക്കുന്നു നിങ്ങൾ നിക്കറു ഇവിടെ ഇവിടെ നിന്റെ ഉസ്താദ്മാർ 6 സ്വത്തുക്കള അല്ല 6 സ്വത്തുക്കൾ ഇല്ലമ്മ ഇവിടെ ഇവിടെ നിന്റെ 6 സ്വത്തുക്കള ഉത്തരല്ല എല്ലാരും മാമൂലി എല്ലാരും മാറ്റർ ഇത് ഇവിടെ വന്ന ഉസ്താദ്മാർ അവ കെട്ടാണ്ട് പോയിട്ടില്ല. ഇവിടെ വന്ന ഉസ്താദ്മാർ കാർ എടുക്കാണ്ട് പോയിട്ടില്ല. ഇവിടെ വന്ന ഉസ്താദ് ബൈക്ക് എടുക്കാണ്ട് പോയിട്ടില്ല. ഇവിടെ വന്ന എല്ലാവരും പെൺമക്കൾ ബാൽവാട്ടിട്ടേ പോയിരുന്നു. അയാളെ ചോര കാറിനി പെൺമക്കളെ ബാൽവാട്ടാൻ ചെല്ലുന്ന എല്ലാവരും ഒരേ മാറ്റർ ഉസ്താദ്. ഇവിടെ നിന്റെ കൂടെ പള്ളി ബർക്കത്തുള്ള പള്ളി നീ നിക്കറു നോക്ക നിക്കറു തൊന്തരില്ല. നിന്റെ കൊടുക്കുന്നവർ എന്ത് റബീൽ ഒരു ഗിഫ്റ്റ് ഉസ്താദ്മാർക്ക് മുഅല്ലിമീങ്ങൾക്ക് മുഅല്ലിമീങ്ങൾ ഖത്തീബ് ഉസ്താദിനെ മുക്രിക്ക് ഉസ്താദിനെ കുറച്ചൊരു പരിഗണിക്കുന്നു. മുഅല്ലിമീങ്ങൾ ആർക്കും വേണ്ടാത്ത പോലെ ഇസ്സത്ത് കെടുത്തുന്ന അള്ളാഹു ആ ഇസ്സത്ത് കെടുത്തിയോന്റെ ഇസ്സത്ത് അള്ളാഹു കൊടുത്തു. മുഅല്ലിമീങ്ങൾ ബഹുമാനിക്കുക. റബീൽ 500 രൂപന്റെ പ്ലേറ്റിന്റെ സെറ്റിനെ വില കവറാക്കിയിട്ട് പ്രസിഡന്റ് സെക്രട്ടറി എൻഗമെന്റ്സ് പ്രസിഡന്റ് ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി 10 ഫോണഞ്ചാൾ ഉദ്ദാക്കിയിട്ട് ഉസ്താദിന് കൊടുക്കുന്നു. എത്ര വാൾസൽ 400 രൂപന്റെ പ്ലേറ്റിന്റെ സെറ്റ്. ഇന്നാലില്ലാഹി ഇത് കൊടുക്കുന്ന 400 രൂപ കൊടുക്കേണ്ടതല്ല റൂമിൽ കൊണ്ടിട്ട് വെക്കോറ്. ഇത് സ്റ്റേജിൽ വെച്ച് ആയിട്ടില്ല ഉസ്താദ് പിടിക്കോറ് 10 ആള് ഈ അരക്കിലത്തിന്റെ കെട്ട് പിടിക്കുന്ന 10 ആള് ഉസ്താദ് പാപ്പ ഇതിന് ഇത്ര കഷ്ടം വന്നിട്ട് ഇക്കട്ട് പിന്നെന്താക്കുന്നത് മണ്ണ് തിന്നിട്ട് ഫോട്ടോ ചിലപ്പോൾ ചെല്ലുണ്ടാവും. ചില ആളല്ല എല്ലാരല്ല നല്ല ഉസ്താദ്മാർ പറയല്ല ചില കൊടുക്കണ്ട കൊടുക്കണം കൊടുക്കണ്ട ഗതിയില്ലേ കൊടുക്കണ്ട നിങ്ങളോട് എല്ലാവരോടും ലൈവെല്ലാം ഉണ്ട് എല്ലാവരോടും ബേജാറാക്കി അങ്ങനെ കൊടുക്കാൻ പാടില്ല. റമളാൻ മാസത്തിൽ കിട്ട് റമളാൻ വരാൻ പോകുന്നു 10 കിലത്തിന്റെ അരി 10 ആള് പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നത് കിട്ട് കൊടുക്കുന്നു. കിട്ട് വിതരണേ അരി 4 ചാക്ക് അരിന്റെ മുന്നിൽ 40 ആൾ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നു. എല്ലാവരും അപ്പുറപ്പേ പിന്നെ നന്റെ ഫോട്ടോ എടുക്കുന്നൊക്കെ സുറൂത്തെ വന്നിട്ട് സിംഗിൾ ആയിട്ട് ഓൻ കൊടുത്ത പോലെ വാട്സാപ്പിൽ 10 കിലോ അരിനെ പിടിക്കാൻ 10 ആള് 10 കിലോ അരി കിട്ട് കൊടുക്കും. പാവപ്പെട്ടവന്റെ കണ്ണുനീരാണ്, പാവപ്പെട്ടവന്റെ ശാപമാണ്. പാവപ്പെട്ട മുഅല്ലിമീങ്ങൾക്ക് ഈ കൊടുക്കുന്നതിനേക്കാളും നല്ല കൊടുക്കാതിരിക്കലാണ്. കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഗിഫ്റ്റ് കൊടുത്തോ പ്രശ്നമില്ല. അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് റൂമിൽ വെച്ച് കൊടുത്തത് ഉസ്താദെ നിങ്ങൾക്കുള്ള 400 രൂപയുടെ ഗിഫ്റ്റ് അത് അവിടെ ഉണ്ടോ? ഈ കൊണ്ടുവരുന്ന ബോക്സിന്റെ റേറ്റ് ഉജ്ജുന്ന് ഉസ്താദ്മാർക്ക് പോളം ഒരു നെറ്റിലടിച്ച് നോക്കുന്നു ഈ പ്ലേറ്റ് സെറ്റ് എത്ര ഉണ്ടോ. അല്ലാഹുവേ നീ ബോധം നൽകണേ അല്ലാ. നല്ലത് കൊടുക്കാനും നല്ലത് ചെയ്യാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. പിന്നെ റസൂലുള്ള പറയുന്നതാവോ നിങ്ങൾ ചികിത്സിക്കണം നിങ്ങളുടെ രോഗത്തിന് സദഖ കൊണ്ട് നിങ്ങളുടെ രോഗങ്ങളെ നിങ്ങളെ രോഗത്തിന് പരിഹാരമുണ്ടാകാൻ, രോഗത്തിന് മരുന്നുണ്ടാകാൻ, രോഗത്തിന് ആശ്വാസമുണ്ടാകാൻ നിങ്ങൾ ചികിത്സിക്കേണ്ടത് സദഖ കൊണ്ടാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ രോഗങ്ങളെ നിങ്ങൾ ചികിത്സിക്കേണ്ടത് സദഖ കൊണ്ടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സദഖകൾ നിങ്ങളുടെ ദോഷങ്ങളെ പൊറുപ്പിക്കുന്നു. എങ്ങനെ? കമാ യുത്ഫിഉൽ മാ വെള്ളം കെടുത്തുന്ന പോലെ, അന്നാറ തീന വെള്ളം കെടുത്തുന്ന പോലെ നിങ്ങളുടെ ദോഷങ്ങളെല്ലാം മായിച്ചു കളയുന്നു, നശിപ്പിച്ചു കളയുന്നു സദഖ എന്നുള്ളതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു
അലൈഹി വസല്ലം ധാരാളം സദഖ ചെയ്യാൻ വേണ്ടിയിട്ട്, ധാരാളം നന്മ ചെയ്യാൻ വേണ്ടിയിട്ട്, ധാരാളം കൊടുക്കാൻ വേണ്ടിയിട്ട്. കൊടുക്കുന്നതിന് ഒരുപാട് നന്മകളുണ്ട്. ആയിഷ ഉമ്മ നോമ്പ് തുറക്കാൻ വേണ്ടി വെച്ച കാരക്ക, നോമ്പ് തുറക്കാൻ വേണ്ടി കൊണ്ടുപോയി വെച്ച ഈത്തപ്പഴം വന്ന യാചകർക്ക് കൊടുത്ത് വെറും വെള്ളം കുടിച്ചിട്ട് പിന്നെയും നോമ്പ് നോക്കിയില്ലേ? നോമ്പ് തുറക്കാൻ വേണ്ടി പ്രവാചക പ്രഭു കൊണ്ടുവന്ന കാരക്ക ഇതുപോലെ ഫാത്തിമ ഉമ്മ 3 ദിവസങ്ങളോളം 3 ദിവസവും കൊടുത്തില്ലേ? സദഖ ചെയ്തില്ലേ? ബാക്കിയുള്ളവരുടെ സന്തോഷമാണ്, അതാണ് എന്റെ സന്തോഷം എന്ന് പറഞ്ഞ് പട്ടിണിയിരുന്നിട്ട് ഫാത്തിമ ഉമ്മ കൊടുത്തില്ലേ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചവർക്ക് ഉടുത്ത തുണി പോലും മാറ്റിക്കൊടുത്തില്ലേ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാം കൊടുത്ത് കീറിയ ഒരു കരിമ്പിടമല്ലേ അവസാനം ഉടുത്തത്? ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് വരുമ്പോ കീറിയ കരിമ്പിടം പതിച്ചുകൊണ്ട് വരുമ്പോ റസൂലുള്ള ചോദിക്കുകയാ, അല്ല ജിബ്രീല്, എന്തേ കീറിയ വസ്ത്രമാണോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, നബിയേ, കീറിയ കരിമ്പിടം പുതച്ചതുകൊണ്ട് ആകാശലോകത്ത് സകല മലക്കുകളോ കീറിയ കരിമ്പിടം പുതച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ മലക്കുകളോ കീറിയ കരിമ്പിടം പുതച്ചു നബിയേ. ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതുപോലെ അറിയാമല്ലോ, കേട്ട് കാണുമല്ലോ, എല്ലാവരും ഗോതമ്പ് എടുത്തു വെച്ചു. ഗോതമ്പ് എന്നല്ല, ഗോതമ്പ് ഗോദീന രണ്ടും പറയുന്നോ? രണ്ടും പറയുന്നത് എല്ലാം നടക്കുന്നുണ്ട് അല്ലേ? എല്ലാം എല്ലാം മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഗോതമ്പ്, ഗോധി എല്ലാവരും എടുത്തു വെച്ചു. കൊടുത്തില്ല, സീസണിന് കൊടുക്കാം. നീരുള്ളി എടുത്തു വെച്ച പോലെ അല്ലെ? നീരുള്ളിക്ക് വേണ്ടി മനുഷ്യനങ്ങാട് ഇടങ്ങേറാക്കിയില്ലേ? ചെറുപ്പക്കാർ ട്രോൾ എന്തൊക്കെ അടിച്ചില്ലേ? ഗിഫ്റ്റ് കൊണ്ടുപോയിട്ട് നീരുള്ളി കൊടുക്കല്, കല്യാണ എൻഗേജ്മെന്റിന് നീരുള്ളിന്റെ മാല, കല്യാണത്തിന് നീരുള്ളി മഹർ, ഇതൊക്കെ ആക്കിയിട്ട് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാരക രോഗങ്ങൾക്കുള്ള പരിഹാരമാണ് ഉള്ളി. ചെറിയുള്ളിക്ക് എന്താ പറയലേ? ചെറിയുള്ളി, നീരുള്ളി ചെറുതില്ലേ? പഠിച്ചോനെ, ചെറിയ നീരുള്ളില്ലേ? ചെറിയ സൈസ് ചെറുതല്ല, ചെറിയ ഒറിജിനൽ, അത് ചെറുതന്നെ, ചെറിയ സൈസിൽ നീരുള്ളി എന്നല്ലേ? അല്ല, കാരം കൂടുതലുള്ളത്. അതാണ് ശരിക്കുള്ള ഒരുപാട് ഷിഫ ഉള്ള ഒന്നാണ് ഈ നീരുള്ളി. ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പുതിയതായിട്ട് പോകുന്ന ഉംറക്കൊക്കെ പോകുന്ന ആൾ അവിടെ എത്തിയിട്ട് ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരികയാണെങ്കിൽ ആദ്യം എത്തിയ പാട് ലീലാഫി ഖുറൈശിയും ഒരു നീരുള്ളിയും പരിഹാരമാണ്. ഇനി പാരങ്ങ് ചൈനക്കല്ല പോകുന്ന 2 നീരുള്ളി എല്ലാം പിടിച്ചോളി അല്ലേ? ചൈന അങ്ങനെയാണ്. ഏത് നാട്ടിലേക്ക്, പുതിയ നാട്ടിലേക്കൊക്കെ പോവാണെങ്കിൽ, ബാംഗ്ലൂർ പോവാണ്, മൈസൂർ പോവാണ്, ഗോവയിലേക്ക് പോവാണ്, എവിടെ പോയി എത്തിയ പാടെ നീരുള്ളി ലീലാഫി ഖുറൈശി നോദിയിട്ട് നീരുള്ളി, അതായത് വലിയ ഉള്ളി, അത് സവാള, നീരുള്ളി ആകുന്ന ചെറിയ ഉള്ളി, അതാണ് ഏറ്റവും നല്ലത്. അത് കിട്ടിയില്ലെങ്കിൽ വലിയ നീരുള്ളിയാകും, പ്രശ്നമൊന്നുമില്ല. ഏറ്റവും നല്ലത് ചെറുതാ. അതും കൂടി തിന്നാൽ യാതൊരുവിധ ക്ലൈമറ്റുകളുടെ ചേഞ്ച് ആയതുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അത് തടുക്കുന്നതാണ്. ലീലാഫിയോദ ഭക്ഷണ സംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളും തടുക്കാൻ ഭക്ഷണം കഴിച്ച് ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ് ഒരു ദുആ ചെയ്താൽ ഫുഡ് പോയ്സൺ ചില ഫംഗ്ഷനൊക്കെ ഈ പെണ്ണുങ്ങളെല്ലാം യൂട്യൂബ് നോക്കിയിട്ട് ഉണ്ടാക്കുന്നല്ലേ, ഇതൊക്കെ തിന്നുമ്പോൾ ലീലാഫിയൊക്കെ ഓതുന്നത് നല്ലതാണ്. കാരണം ഇല്ലെങ്കിൽ പോയ പോക്ക് കാണൂല, ചിലപ്പോ 2 ദിവസക്കാലം പോയിട്ട് കിടക്കേണ്ടി വരും. കാരണം ഈ യൂട്യൂബിൽ നോക്കിയിട്ട് എന്തെങ്കിലും പറഞ്ഞത്, എന്തെങ്കിലും കലക്കിയിട്ടിട്ട്, എന്തെങ്കിലും ജെറ്റ് ചെയ്ത് കേക്ക് എന്ന് പറഞ്ഞിട്ട്, അതല്ല മറ്റെന്തെങ്കിലും പറഞ്ഞിട്ട് അല്ലേ? ഒരു സ്ഥലത്ത് ഒരാൾ റമളാൻ മാസത്തിൽ ഒരു കടലാസ് പൂൾ എടുത്തോണ്ട് ടൗണിൽ അപ്പറ പറവായിരുന്നു. ഞാൻ അയാളോട് കേട്ട, പള്ളി വേണ്ട, നോമ്പ് തുറക്കാൻ ടൈമായി, ക്ലാസ് കഴിഞ്ഞിട്ട് പോന്നെ. അപ്പൊ ഇല്ലുസ്താദ് എന്ത് കൊന്തില്ലുസ്താദ് ഒരു എഴുതി തന്നല്ലോ, ഇത് എവിടെ പോയാൽ കിട്ടില്ല. ഞാൻ കേട്ടി എവിടെ കിട്ടാന്ന് മറന്ന മെഡിക്കൽ അല്ല ഉസ്താദ്, ഇത് എന്തൊരു സാമാണ്, ജീൻസിന് ഇല്ല, ജീൻസിന് എവിടെ ഇല്ല, എവിടെ ഇല്ല. ഞാൻ ചെല്ലി എന്തെങ്കിലും ഒരു പൊടി എടുത്തോണ്ട് പോറ്, ഏത് അവള് വന്നിട്ടുണ്ട്, ഇത് എവിടെ എഴുതിരട്ടെ, അത് യൂട്യൂബ് നോക്കിട്ട് എഴുതി തന്നൊരു ഉസ്താദ് ഓളൂ. ഈ പാപ്പ മെൻസ പെങ്കൂസ ഓ കടലാസ് എടുത്തോണ്ട് അപ്പറ പോന്നെ. ഞാനങ്ങല്ല പെപ്പർ പൊടിയാ ഇന്നെല്ലാം എടുത്തോണ്ട് പൊട്ടി പോ. ഇല്ലത് കിട്ടില്ല, എന്താക്കുന്നെ ഇന്നല്ലേ കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ ഉള്ളത് കൊടുക്കുന്നത്. അത് ഇട്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം ആവാതിരിക്കുക, ഏതെങ്കിലും ഒരു ഐറ്റം ആവും ലാസ്റ്റ് സെറ്റ് ആകുമ്പോ. ഏതും ആകട്ടെ, അങ്ങനെയല്ല. നമ്മൾ ഏത് ഭക്ഷണത്തിന് പോയിസൺ, ഫുഡ് പോയിസൺ ഏതും മേശാതിരിക്കാൻ വേണ്ടിയിട്ട് ലീലാഫി ഖുറൈശിയും ഒരു നീരുള്ളി ഭക്ഷണത്തിന്റെ കൂടെ പച്ച ഉള്ളി തിന്നുന്നത് അള്ളാന്റെ റസൂലിന് ഇഷ്ടമല്ല.
നബി തങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിച്ചു. നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഭക്ഷണത്തിന്റെ മുകളിൽ പച്ച ഉള്ളി മുറിച്ചിട്ടപ്പോ റസൂലുള്ള തിന്നില്ല. ആ പാവപ്പെട്ട വീട്ടുകാരിയായ ഉമ്മ ചോദിച്ചു, നബിയേ എന്തേ ഇത്ര കുറച്ച് ഭക്ഷണം? അള്ളാന്റെ റസൂല് പറഞ്ഞു, അതിൽ നിന്ന് ഉള്ളി മാറ്റിയെടുക്കണം, എന്നാ തിന്ന. അങ്ങനെ ഉള്ളിയുടെ ഭക്ഷണം ഉണ്ടാക്കി. കാരണം ഉള്ളിയുടെ സ്മെല്ല് ജിബ്രീലിന് ഇഷ്ടമല്ല, മലക്കുകൾക്ക് ഇഷ്ടമല്ല. വായയുടെ വാസന ഉണ്ടെങ്കിൽ മലക്കുകൾ അടുത്ത് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കുറച്ചതെന്ന് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞത് ഭക്ഷണത്തെ കാണും മുമ്പ് ഒരു നാട്ടിലേക്ക് എത്തിയ പാടാണ്. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. ഫ്രൂട്ട്സ് ഒക്കെ തിന്നുമ്പോ ഭക്ഷണത്തിന് മുമ്പ് തിന്നുക. പച്ചങ്കായും കാര്യങ്ങളും ആപ്പിളും മുസുമ്പിയും ദ്രാക്ഷയൊക്കെ തിന്നുകയാണെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ്. പിന്നെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അതാണ്. പിന്നെ ഭക്ഷണം കഴിച്ച് പിന്നെയും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെയാണ് വെള്ളം കുടിക്കേണ്ടത്. അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം നീ ആരോഗ്യം നൽകണേ അല്ലാഹ്, തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഗോതമ്പ് ഒളിപ്പിച്ചു വെച്ചെല്ലാരും സീസൺ വരട്ടെ സീസൺ. പക്ഷേ ഒരു മഹാനുഭാവൻ മാത്രം ഉള്ളത്ര ഗോതമ്പ് നാട്ടുകാർക്ക് വിതരണം ചെയ്തു. എല്ലാവരും എടുത്തു വെച്ചു. സീസൺ വരുമ്പോ കൊടുക്കാന്ന് കരുതിയിട്ട്. പക്ഷേ ഒരു അല്ലാഹുവിനെ ഭയമുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ മാത്രം ഗോതമ്പുകളെല്ലാം വിതരണം ചെയ്തു. ചെറിയ പൈസക്ക് പാവപ്പെട്ടവർക്ക് ഫ്രീ ആയി കൊടുത്തു. ഗോതമ്പ് തീർത്തു കളഞ്ഞു. ആ ചാക്ക് മാത്രം അവിടെയുണ്ട്. മാസങ്ങൾ കഴിഞ്ഞു നോക്കുമ്പോ എല്ലാവരുടെയും ഗോതമ്പ് കുത്തം വീണ് നശിച്ചുപോയി. എല്ലാവരുടെയും ഗോതമ്പ് ഹലാക്കായി. എല്ലാവരുടെയും ഗോതമ്പുകൾ നശിച്ചുപോയി. പക്ഷേ ആർക്കും ഗോതമ്പില്ലാത്തപ്പോ ഗോതമ്പ് കൊടുത്ത മഹാനുഭാവന്റെ ചാക്കുകളിൽ അല്ലാഹു തആല നാണയങ്ങളാ നിറച്ചു വെച്ചത്, കോയിൻസുകളാണ് നിറച്ചു വെച്ചത്. പാവപ്പെട്ടവർ വിശന്നിരിക്കുമ്പോ ഗോതമ്പുകൾ അടിച്ചു കൊടുത്ത മഹാനുഭാവന്റെ അവന്റെ ചാക്കിൽ, അവന്റെ ബാഗിൽ പടച്ച റബ്ബ് തആല അല്ലാഹു തആല കൊടുത്തത് എന്താണെന്നറിയോ? ഒരുപാട് കോയിൻസുകളാണ്, ഒരുപാട് നന്മകളാണ്. അല്ലാഹു തആല റബ്ബ് തആല അല്ലാഹു തആലയല്ലേ കൊടുക്കുന്നത്. അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം നീ ഖൈറും ബറക്കത്തും റഹ്മത്തും നൽകണമല്ലാഹ്. നിങ്ങളെ അങ്ങനെ എത്രയെത്ര സംഭവമാണ്. ആ മുസ്ലിമായ ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ഒരു മുസ്ലിമായ യാചകൻ പോകുന്നു. കൈനീട്ടിയിട്ട് പോവുകയാണ്. കൈനീട്ടി പോയിട്ട് മുഹറം മാസത്തിലാണ്. മുഹറം മാസത്തിൽ കൈനീട്ടിയിട്ട് അവിടെ പോയി കൈകൾ നീട്ടിയിട്ടൊന്നും കൊടുത്തില്ല. അയാൾ പറഞ്ഞു, അല്ല സഹോദരാ, ഖാലിയാണ്, ആലിമാണ്, മുതലാളിയാണ്, വലിയ പണക്കാരനാണ്. ഇക്കനൊക്കെ ആയിട്ടും അയാൾ കൊടുത്തില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, മുഹറം 10 നാളാണ്. ഈ നാളിനെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു, എന്തെങ്കിലും തരാവോ? കൊടുത്തില്ല. ഖാലിയാറ് കൊടുത്തില്ല. നേരെ അടുത്തുള്ള വീട്ടിലേക്ക് കയറിയ മനുഷ്യൻ ക്രിസ്ത്യാനിയായ മനുഷ്യനോട് പറഞ്ഞു, മുഹറം 10 ദിവസം മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു, എന്തെങ്കിലും തരുമോ? എന്താ കാത് കടിക്കുന്ന കാത് കൈവച്ച് ഞാൻ ബുദ്ധിമുട്ടാണ്. സൈഡിലേക്ക് ഖാലിയാറോട് പോയി കിട്ടാത്ത ക്രിസ്ത്യാനിയുടെ വീട്ടിലേക്ക് പോയി. ക്രിസ്ത്യാനിയോട് പറഞ്ഞു, മുഹറം 10 ബറക്കത്ത് മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു, എനിക്കെന്തെങ്കിലും തരണം. അദ്ദേഹം മുസ്ലിമിനോട് ആ ക്രിസ്ത്യാനി ചോദിച്ചു, എന്താണ് മുഹറം 10? എല്ലാം വിശദീകരിച്ചു കൊടുത്തപ്പോ ഒരു നല്ല എമൗണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇനിയും എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. കഴിഞ്ഞില്ല. രാത്രി കടന്നുറങ്ങി. ഖാലിയാർക്ക് സ്വപ്നം കാണുന്നു. എന്ത് സ്വപ്നമാണെന്നറിയോ? അള്ളാന്റെ റസൂലിനെ കാണുന്നുണ്ട്, കൊട്ടാരം കാണുന്നുണ്ട്, സലാം പറയുന്നു. റസൂലുള്ള സലാം മടക്കിയില്ല. 3 ദിവസക്കാലം ഈ നല്ല മനുഷ്യന്റെ സലാം റസൂലുള്ള മടക്കിയില്ല. 3-ാമത്തെ ദിവസം റസൂലുള്ള പറയുന്നു, സഹോദരാ, ഇത് നിനക്കുള്ള കൊട്ടാരമായിരുന്നു. നിന്റെ വീട്ടിലേക്ക് കൈനീട്ടി വന്ന യാചകനെ തിരിച്ചയച്ചുവല്ലോ. ഈ സ്വർഗീയ കൊട്ടാരം നിങ്ങളുടെ അയൽവാസിയായ ക്രിസ്ത്യാനിയായ മനുഷ്യനിക്ക് അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.
ഖാലിക്ക് സങ്കടം വന്നുപോയി. സ്വർഗീയ കൊട്ടാരമല്ലേ നഷ്ടപ്പെട്ടു പോയത്. ഖാലിയാർ നേരെ ക്രിസ്ത്യാനിയുടെ വീട്ടിലേക്ക് പോയി. ക്രിസ്ത്യാനിയോട് ചോദിച്ചു, അല്ല സഹോദര, നിനക്ക് ഞാൻ എന്തെങ്കിലും നീ ചോദിച്ചത് തരാം, എന്റെ വീട് തരാം, എന്റെ തോട്ടം തരാം, എന്റെ കൃഷി തരാം, എന്റെ എല്ലാം 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 തരാം. പക്ഷേ ഒന്ന്, നിങ്ങൾ ചെയ്ത ഇവിടെ 3-4 ദിവസം മുമ്പ് വന്ന യാചകനായ മനുഷ്യനിക്ക് നിങ്ങൾ കൊടുത്ത സദഖ, അതിന്റെ കൂലി എനിക്ക് തരാമോ? അത് തന്നാൽ എന്റെ വീട് തരാം, എന്റെ തോട്ടം തരാം, നിങ്ങൾ ചോദിക്കുന്നത് എന്തും തരാം. ക്രിസ്ത്യാനിയായ മനുഷ്യൻ ഖാലിയോട് പറഞ്ഞു, അല്ല ഖാലി, ചതി വേണ്ട, ചതിക്കാൻ ശ്രമിക്കണ്ട. നിങ്ങൾ കണ്ട പോലെ ഞാനും സ്വപ്നം കണ്ടിട്ടുണ്ട്, ഞാനും റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്. ഞാനിന്ന് ക്രിസ്ത്യാനിയല്ല, ഞാൻ മുസ്ലിമാണ്. എന്നോട് റസൂലുള്ളാഹി പറഞ്ഞു, ഈ സ്വർഗീയ കൊട്ടാരം നിങ്ങൾ കാണുന്ന ഖാലി കൊടുത്തിരുന്നെങ്കിൽ ഖാലി കൊടുക്കാത്തവർക്ക് നിങ്ങളല്ലേ കൊടുത്തത്. അതുകൊണ്ട് ഈ സ്വർഗീയ കൊട്ടാരം നിങ്ങളുടേതാ. ഷഹാദത്ത് ചൊല്ലി ഞാൻ മുസ്ലിമായിട്ടുണ്ട് ഖാലിയാറെ. എന്നെ ചതിക്കാൻ വന്നതാണോ? സാധ്യമല്ല, സാധ്യമല്ല, ചതിക്കാൻ സാധ്യമല്ല. ഇന്ന് ഞാൻ മുസ്ലിമാ. നിങ്ങൾ കണ്ട പോലെ റസൂലുള്ളാഹിനെയും ഞാൻ കണ്ടിട്ടുണ്ട്, സ്വർഗീയ കൊട്ടാരവും കണ്ടിട്ടുണ്ട്. എളിഭ്യനായി കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ഖാലിയാർ ഇറങ്ങിപ്പോവുകയാ. അല്ലാഹുവേ, ധാരാളം നന്മകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാഹ്. ഖൈറും ബറകത്തും റഹ്മത്തും ധാരാളം വർദ്ധിപ്പിക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, എത്രയെത്ര സംഭവങ്ങളാണ്, എത്രയെത്ര ചരിത്രങ്ങളാണ്. അബൂ തൽഹ തങ്ങളും ഭാര്യയും കൂടെ ഭക്ഷണം കൊടുക്കാനില്ലാത്ത റസൂലുള്ളാഹി 3 തവണ നിന്ന് ചോദിച്ചു, ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുമോ? ഇല്ല. 3ാമത്തെ തവണ അബൂ തൽഹ തങ്ങൾ ഏറ്റെടുത്ത് കൊണ്ടുപോയി. വീട്ടിൽ ഭക്ഷണമില്ല. മക്കളെ കിടത്തി ഉറക്കിയിട്ട് അവർക്കുള്ള ഭക്ഷണം ലൈറ്റ് കിടത്തിയിട്ട് അബൂ തൽഹ തങ്ങളോട് ഭാര്യ പറഞ്ഞു, നിങ്ങൾ തിന്നണ്ട, ലൈറ്റ് കിടത്തിയിട്ട് നിങ്ങൾ വെറും കൈയിട്ടാ മതി. വന്ന ആളുകൾ അവർ തിന്നുപോകട്ടെ. ഭാര്യ തിന്നില്ല, അബൂ തൽഹ തിന്നില്ല, മക്കള് തിന്നില്ല. വന്ന വിരുന്നേർക്ക് ഭക്ഷണം കൊടുത്തു. രാവിലെ സുബഹിക്ക് പള്ളിയിലേക്ക് അബൂ തൽഹ പോകുമ്പോ റസൂലുള്ളാഹി പറയാ, യാ അബാ തൽഹ തഅജ്ജബ റബ്ബുകുമാ മിൻ ഫീലികുമാ. നിങ്ങളുടെ റബ്ബ്, നിങ്ങൾ രണ്ടാളുടെ ഭാര്യയുടെ ഭർത്താവിന്റെ രണ്ടാളുടെ റബ്ബ് അല്ലാഹു അത്ഭുതപ്പെട്ടു പോയി. മിൻ ഫീലികുമാ, നിങ്ങൾ രണ്ടാള് വീട്ടിലേക്ക് വന്ന മുത്തല്ലിം മക്കൾക്ക്, വീട്ടിലേക്ക് വന്ന പാവപ്പെട്ടവർക്ക് നിങ്ങൾ രണ്ടാള് കൂടിയിട്ട് ഭക്ഷണം കൊടുത്തില്ലേ? ഐഡിയ നടത്തില്ലേ? സീക്രട്ട് ചർച്ച നടത്തില്ലേ? ഭക്ഷണം കഴിച്ചതുപോലെ അഭിനയിച്ചില്ലേ? ഇത് കണ്ടിട്ട് തഅജ്ജബ റബ്ബുകുമാ, നിങ്ങളെ പടച്ച അല്ലാഹു പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അബൂ തൽഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അവരുകൾ 1000 ഒട്ടകത്തിൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി സദഖ ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട്, അതിന്റെ പ്രതിഫലം കേട്ടിട്ട്, അതിന്റെ നന്മകൾ കേട്ടിട്ട്, അള്ളാന്റെ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് അതിന് കിട്ടുന്ന 700 അതിനെ കാണും. കമസലി ഹബ്ബ, ഒരു വിത്ത് പോലെ. ആ വിത്ത് അത്ഭുതമാം ഖുർആൻ പറഞ്ഞില്ലേ, 7 കൊലയുണ്ട്, ഓരോ കൊലയിലും 100 വിത്തുണ്ട്. അങ്ങനെ 700 ഇരട്ടി പ്രതിഫലമാണ്. 1 റുപ്യ കൊടുത്താൽ, ഒരു ബിരിയാണി കൊടുത്താൽ 700 ബിരിയാണി കൊടുത്ത പോലെ, 1 ഗ്ലാസ് വെള്ളം കൊടുത്താൽ 700 ഗ്ലാസ് വെള്ളം കൊടുത്ത പോലെ. അതിനേക്കാളും അല്ലാഹുവിന് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലാഹു വർദ്ധിപ്പിക്കുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല പടച്ച റബ്ബ് തആല അവൻ നൽകുന്ന അനുഗ്രഹങ്ങൾ, ഒരുപാട് അമലുകൾ, ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യണ്ടയോ?
നമ്മൾ ധാരാളം നന്മകൾ ചെയ്യുന്നവരാകണം, ധാരാളം സദഖ ചെയ്യുന്നവരാകണം. വീട്ടിൽ ഭക്ഷണം ബാക്കി വന്നതുപോലും ജീവികളുടെ മുമ്പിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി ചൊല്ലിയിട്ട് കോഴിക്കിട്ട് കൊടുത്താൽ, ബാക്കിയായ മുള്ളു എല്ലുകൾ പൂച്ചക്കിട്ട് കൊടുത്താൽ, ബിസ്മിയും ചൊല്ലിയിട്ട് നീ ഇട്ട് കൊടുത്താൽ അല്ലാഹു അതിന് പ്രതിഫലം തരുന്നുണ്ട്. വീട്ടിലേക്ക് വന്ന പ്രാവ്, മാടപ്രാവ്, ഈ മാടപ്രാവ് വീട്ടിൻ പരിസരത്ത് വരുമ്പോ അതിന് ഗോതമ്പ് എറിഞ്ഞു കൊടുത്തില്ലേ? ഇതെല്ലാത്തിനും വളരെ ബുദ്ധിയുള്ള ജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവിയാണ് മാടപ്രാവ്. ഇത് വീടുകളിലേക്ക് വന്നാൽ അതിന് നമ്മൾ ഭക്ഷണം എറിഞ്ഞു കൊടുത്തു. അപ്പുറത്തെ വീട്ടിലെ കോഴി വന്നു, കോഴിക്ക് അരി എറിഞ്ഞു കൊടുത്തു, ഭക്ഷണം എറിഞ്ഞു കൊടുത്തു. അപ്പുറത്തെ വീട്ടിലെ ആട് വന്നു, ആടിന് കുടിക്കാൻ കൊടുത്തു. അപ്പുറത്തെ വീട്ടിലെ പശു വന്നു, പശുവിന് ഇലകൾ പറിച്ചിട്ട് കൊടുത്തു. ആട് വന്നപ്പോ ചക്കയുടെ ഇലകൾ പറിച്ചിട്ട് കൊടുത്തു. അങ്ങനെ നീ ചെയ്താൽ അതെല്ലാം നാളെ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതോ അപ്പുറത്തെ വീട്ടുകാരന്റെ പൂച്ചക്ക് വിഷം വെക്കുന്ന ഉമ്മമാർ, അപ്പുറത്തെ വീട്ടുകാരുടെ കോഴിന്റെ കാല് പൊളിച്ചിട്ട് പറഞ്ഞേക്കുന്ന ഉമ്മമാർ, അപ്പുറത്തെ വീട്ടുകാരുടെ കാടിന് കല്ലെറിയുന്നവർ. കല്ലെറിയാത്ത ആൾ എറിയും. കഷ്ടപ്പെട്ടിട്ട് ഒരു പൂവിന്റെ തൈ ഏത് നല്ല കൊണ്ടിട്ടില്ലേ, ഗാർഡൻക്ക് പോയിട്ട് 400 റുപ്യ കൊടുത്തിട്ട് 4 ചട്ടിയിൽ കൊടുത്തിട്ട് വെച്ചിട്ടില്ലേ. മക്കളെ പോലെ ഈ പൂവിന്റെ തൈനെ പോറ്റി വളർത്തിയിട്ടാണ് സകലത്തിന്റെ ഒരു അഡ്രസ്സും ഇല്ല. ആട് വരിക തിന്ന. സ്വന്തം വീട്ടിൽ ആട് പോറ്റാൻ കഴിയാത്തവർ പോറ്റണ്ട. സ്വന്തം വീട്ടിൽ പോറ്റാൻ പറ്റുന്നവർക്ക് ആശാത്തു ഫിദ്ദാരി ബറക, വീട്ടിൽ ആട് ബറക്കത്താണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ധാരാളം കൊടുക്ക് മുഅ്മിനീങ്ങൾ. ജീവിതം കൊടുത്തു തീർക്കുക. ഉള്ള സമ്പത്ത് എല്ലാം അല്ലാഹു തആല അതിന് ഇരട്ടിയുള്ള പ്രതിഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലി അൻഫുസികും. പോന്നിയാ അജർ പോന്നിയാ മതിയാ നിപ്പിക്കണ തങ്ങ വർത്താ നിപ്പിക്കണ വർത്താ തെളിഞ്ഞു നോക്കാം. കുറച്ച് പറഞ്ഞിട്ട് നോക്കാം ഇൻഷാ അല്ലാഹ്. ആരും പോണ്ട, അതാ ബൈക്ക് മൂത്രയിത്താനാ മൂത്രയി വർക്കത്താകട്ടെ. വയസ്സുള്ള ആളുകൾക്ക് അങ്ങനെയാണ്. എന്താവില്ല പഴയ കാലത്തുള്ള മഹാന്മാരൊക്കെ പണ്ടത്തെ തലയൊക്കെ മറച്ച് നല്ല മനുഷ്യന്മാർ. അല്ലാഹു നീ ബർക്കത്താക്കണേ റഹ്മാൻ. വയതിന്റെ സദസ്സിലൊക്കെ ഇരുന്ന വയലൊക്കെ തീർന്ന് നല്ല റാഹത്തോടെ പിരിഞ്ഞു പോകുന്നവരാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. എൻ്റെ സുഹൃത്ത് സുലിബയിലെ ഉബൈദ് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ പെങ്ങൾ ഈ പരിസരത്താണ്. ഞാനവിടെ വന്നിട്ടുണ്ട്. ഫർസാന എന്ന് പറയുന്ന ഒരു സഹോദരി, ക്ലാസ്സിലും ദീനിലും കാര്യങ്ങളിലൊക്കെ വളരെ മുമ്പന്തിയിലുണ്ടായിരുന്ന ഒരു സഹോദരിയാണ്. ഇടെ അത് ആ വീട്ടിൽ പോയി ദുആ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ചെറിയൊരു രോഗം ബാധിച്ച് പെട്ടെന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയി. അല്ലാഹുവേ കഴിഞ്ഞ 2 കൊല്ലങ്ങൾക്ക് മുമ്പ് ആളടക്കയിലൊക്കെ പ്രസംഗത്തിന് ഞാൻ പോയപ്പോൾ അവിടെയൊക്കെ വന്നിരുന്നു എന്നൊക്കെ അറിയാൻ സാധിച്ചു. ദീനിനോടും ക്ലാസ്സിനോടൊക്കെ വളരെ മഹബത്തുള്ള ഫർസാന എന്ന് പറയുന്ന ഒരു ഉമ്മ 4 മക്കളെ യത്തീം മക്കളാക്കിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. എൻ്റെ ഒരു സുഹൃത്തിന്റെ പെങ്ങളാണ്. അല്ലാഹുവേ ഫർസാന എന്ന് പറയുന്ന ഉമ്മയുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. ആ 2 ആൺമക്കളും പെൺമക്കളും ആ മക്കളിലേക്ക് നീ ഖൈറും ബറക്കത്തും റഹ്മത്തും ചൊരിയണേ അല്ലാ. ആ ഫർസാനയുടെ ഉമ്മ അടക്കമുള്ള ഭർത്താവ് അടക്കമുള്ള കൂട്ടുകുടുംബം ആ മക്കളെ എല്ലാം അല്ലാഹുവേ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ആ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഗുണം ചെയ്യുന്ന മക്കളാൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. വേറെയും ഒരുപാട് ആളുകൾ ഒരു ഖൈറുന്നിസ എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് വേണ്ടി ഓപ്പറേഷന് കൊണ്ടുപോയിട്ടുണ്ടെന്നും ദുആ ചെയ്യാനൊക്കെ ഏൽപ്പിച്ച അല്ലാഹു നീ ഖൈറും ബറക്കത്തും റഹ്മത്തും നൽകണേ അല്ലാ. അതുപോലെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലുമുള്ള രോഗികൾ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവിനോട് നമ്മൾ പടച്ച റബ്ബിനോട് സമ്പത്തിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന സദഖകളുടെ നന്മകൾ എന്താണ്? മഹാന്മാര് പറയുന്നു മഹ്വുദ്ദുനൂബി വൽ മാസി, തെറ്റുകളെല്ലാം മായ്ച്ചു കളയുന്നു. നമ്മൾ കൊടുത്ത ഭക്ഷണം, നമ്മൾ കൊടുത്ത സദഖ, നമ്മൾ എന്തെല്ലാം കൊടുത്തു, ആർക്കെല്ലാം കൊടുത്തു? പാവപ്പെട്ടവർക്ക് കൊടുത്തില്ലേ? ഉമ്മമാരെ കീറി പറഞ്ഞതല്ല കൊടുക്കേണ്ടത്, കീറിയ വസ്ത്രമല്ല പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടത്. ഒരു പുതിയ ചുടിദാർ പീസുള്ളത് എടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുത്തു. കീറി പഴയതായി എന്നിനും പറ്റാത്തപ്പോ പഴയ ഡ്രസ്സുണ്ട് ഇട്ട പോണ്ടാറ
പഴയ ഡ്രസ് വെക്കാൻ സ്ഥലമില്ല, കത്തുപാട്ടകോ ജാഗയില്ല. അപ്പ ആരെങ്കിലും വന്നപ്പോ പഴയ ഡ്രസ് ഉണ്ട് തർച്ച, പഴയതല്ല കൊടുക്കേണ്ടത്, കൊടുക്കണ്ടെന്നല്ല, പഴയത് കൊടുക്കി അതിന്റെ കൂടെ പഴയതൊരൊട്ട് ഒരു പുതിയതുണ്ട്, ഒരു ചൂടി പീസിതാ. ബിസ്മില്ലാ. ഉമ്മമാരെ ഏറ്റവും നല്ല ഖൈറായത് കൊടുക്കുന്നവരാകണം. അങ്ങനെ കൊടുത്താൽ അറിഞ്ഞോ അറിയാതെയോ, അറിയാതെ നോക്കിപ്പോയ സീരിയലില്ലേ, അറിയാതെ നോക്കിപ്പോയ ചാറ്റിംഗ് ഇല്ലേ, അറിയാതെ ചെയ്തു പോയ തെറ്റുകുറ്റമില്ലേ, ബാല്യത്തിൽ ആരും അറിയാതെ ചെയ്ത കുറ്റമില്ലേ, ഇത് അല്ലാഹു തആല പുറത്തു കൊടുക്കാൻ ഈ സദഖ മതിയാകുമെന്ന് ഗൾഫുകാരാണ് കൊടുക്കുന്നത്. പ്രവാസികളെ കണ്ട് പഠിക്കണം. എന്തോരു ഹിമ്മത്താണ് അവർ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നവരവരാണ്. എല്ലാ യതീംഖാനകളും, എല്ലാ സ്ഥാപനങ്ങളും, എല്ലാ പള്ളി ദർസുകളും, എല്ലാ നാടിന്റെ അഭിവൃദ്ധിയും ഗൾഫിൽ പോയി ചോരനീരാക്കി കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരില്ലേ, ഇവരുടെ രക്തം നീരാക്കി ഇവർ അധ്വാനിച്ചതിന്റെ ഫലമാണ് നാടുകളിൽ കാണുന്ന ഈ ഐശ്വര്യോ. ഗൾഫുകാർക്ക്, പ്രവാസികൾക്ക് ഉമ്മിനെ നാട്ടിലേക്ക് വരുമ്പോ അവരെ ബുദ്ധിമുട്ടിക്കാതെ പ്രവാസികൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ഒരൊറ്റ വയലും നടക്കരുത്, ഒരൊറ്റ സ്വലാത്തും നടക്കരുത്, ഒരൊറ്റ ഹൽക്കയും നടക്കരുത്. ഈ പ്രവാസികൾക്ക് ഉറൂസിന് കൂടാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അദ്ദാദിന് കൂടാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, നാടുകളിൽ നടക്കുന്ന നന്മയിൽ കൂടാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. പിന്നെയോ മക്കളെ പോറ്റാൻ, കുടുംബം പോറ്റാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ, പാവപ്പെട്ടവരുടെ കണ്ണീര് തുടക്കാൻ പ്രവാസികൾ പെടുന്ന പാടില്ലയോ. എല്ലാം മറന്നിട്ട് ഈ സമുദായത്തിന് ചെറുപ്പക്കാർ നൽകുന്ന ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലാ പ്രവാസികളായ നാട്ടുകാര്, ഭർത്താക്കന്മാര്, മക്കള്, കുടുംബങ്ങൾ, കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവർ, നാടും പേരും അറിയില്ലെങ്കിൽ എല്ലാം അറിയുന്ന അല്ലാ എല്ലാ പ്രവാസികളെയും നീ ഖൈറിലും ബറക്കത്തിലും റഹ്മത്തിലുമാക്കണേ അല്ലാ. അവരുടെ നിയമസംബന്ധമായ കമ്പനികളിലും മറ്റും അനുഭവിക്കുന്ന മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാ. അവർക്ക് ഖൈറായ ജോലി, ഖൈറായ കച്ചവടം എല്ലാം നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ. ദോഷങ്ങളെല്ലാം മാഞ്ഞു പോകാൻ ധാരാളം സദഖ ചെയ്യണേ. അൽ വിഖായത്തു മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നീ നൽകുന്ന സദഖയില്ലേ, നീ കൊടുത്ത സദഖയില്ലേ, നീ ചെയ്യുന്നതെല്ലാം നാളെ ആരാരും കൂട്ടിനില്ലാത്ത ഖബർ. ഭർത്താവ് ഇവിടെ ഇല്ലല്ലോ, ഭാര്യ ഇവിടെ ഇല്ലല്ലോ, മക്കൾ എവിടെ ഇല്ലല്ലോ. പാമ്പ് കണ്ടാൽ പേടിക്കുന്നവർ, പല്ലി കണ്ടാൽ പേടിക്കുന്നവർ, പാറ്റ കണ്ടാൽ പേടിക്കുന്നവർ, തവള കണ്ടാൽ പേടിക്കുന്നവർ, ഇതിനൊക്കെ പേടിയുള്ളവരല്ലേ ഉമ്മ. ആരും കൂട്ടിലില്ലാത്ത ഖബറിൽ വരുന്ന ചെറിയ ചെറിയ പാമ്പുകൾക്ക് 40 തലയുണ്ട്. ആരും കൂട്ടിലില്ലാത്ത ഖബറിൽ വരുന്ന തേളുകൾക്ക് 10ഉം 15ഉം കൊത്താനുള്ള കൊമ്പുകളുണ്ട്. അത്ഭുതമാണ്. ആരും കൂട്ടിലില്ല, തിരിയാനും അറിയാനും കഴിയില്ല. ഈ ഖബറിലേക്ക് എത്തുമ്പോ മുൻകർ നകീർ അലൈഹിമാ മിനല്ലാഹിസ്സലാം, അവർ കടന്നു വരുമ്പോ, മുൻകർ നകീർ വരുമ്പോ ഖബറിൽ ഇസ്സത്തോടെ കിടക്കണോ. ധാരാളം സദഖ ചെയ്യണേ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. അബുല്ലൈസ് സമർഖന്ദി തങ്ങൾ അവരുകൾ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ 4 കാര്യം പറഞ്ഞു. അതിൽ ഒന്ന് അസ്സദഖത്തു, ധാരാളം സദഖ ചെയ്യലാണ്. സമ്പത്ത് ചെയ്യലും കട്ടിട്ട് കൊടുക്കണ്ട. ചില ആളുകളൊക്കെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് കക്കുക, പേഴ്സിൽ നിന്ന് കക്കുക, പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് കക്കുക. കക്കാൻ പാടില്ല. പുരുഷന്മാരും ബുഖ്ലും ചെയ്യാം. ഭാര്യമാർക്കൊരു എമൗണ്ട് കൊടുക്കണം. ഭർത്താക്കന്മാർ നിനക്കതിന് പൈസ, നിക്ക് വേണ്ട നാട്ടല്ല, നിക്കുന്നത് കാസ്, നിക്കുന്നത് കാസ്, നിക്കുന്നത് കാസ്. ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പെണ്ണിങ് എന്താക്കുന്നേ, എല്ലാം കട്ടിട്ട് ഒളിപ്പാട്ടി വെക്കുന്നത്. എവിടെ ഒളിപ്പാട്ടി വെക്കുന്നവിടെ? മുസാഫിന്റെ ഇടയിൽ ഈ പായ ഓട തേടി മുസാഫ് തേടല്ല. പെണ്ണിങ്ങ പൈസ വെക്കുന്ന ജാഗ ഞാൻ ഇപ്പൊ ചെല്ല. ഒന്ന് മുസാഫ്, ഒന്ന് നിസ്കാര കുപ്പായത്തിന്റെ ഉള്ളിൽ, പിന്നൊന്ന് മുസല്ലന്റെ ഉള്ളിൽ, പിന്നെ സോപ്പിന്റെ പെട്ടിയിൽ അല്ലെ, പിന്നെ ക്രീമിന്റെ ബോക്സിൽ, പിന്നെ പല പറയുന്നുണ്ട്. പെണ്ണ് ബംഗാറിന്റെ പെട്ടിന്റെ അടിയിൽ ഒട്ടായിരിക്കുന്നു. അടി തള്ളിയിട്ട് വെക്കുന്ന പൈസ 500ന്റെ 1000ന്റെ 2000ന്റെ നോട്ടാക്കി ജാഗ്രതയിൽ വെക്കുന്നത്. ഒരു ഉമ്മ ചെല്ലി ഉണ്ടല്ല, എന്റെ തൊട്ടെങ്കോ കപ്പന്റെ തുണി തൊട്ടിട്ടുണ്ടാന്ന്. അങ്ങനെ ആര് തൊട്ടിട്ടില്ല. ഉമ്മാന്റെ ആയിമാനോ ബലമാന്റെ വസിയത്ത് കപ്പന്റെ തുണി തൊടണ്ടാന്ന്. നമ്മളെ മൂപ്പർ നോട്ട് നിഷേധാക്കിയപ്പോ 1,00,000 ചില്ലറ റുപ്യ കപ്പന്റെ തുണി നീ എടുത്തത് ബലമ. ഇത്ര നിന്ന് കപ്പന്റെ തുണി തൊടണ്ടല്ലേ. ഇതിൽ ചുറ്റി 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 ഇത് വെക്കുന്നേ. ഇല്ലമ്മ എന്റെ പൈസ ഞാൻ എന്റെ ഇല്ലമ്മ, ഇല്ലമ്മ നീ എന്താ കൊണ്ടാക്ക താമ, ഈ താമ 500 രൂപയൊക്കെ വെച്ച് കപ്പന്റെ തുണിയിൽ.
അതിന്റെ കുറച്ചില പെണ്ണുങ്ങളുടെ കയ്യിൽ പൈസ വേണോ? ജാഗ്രത തന്നെ, കട്ടിട്ട് വെക്കണ്ട മാത്രം. കക്കുന്ന പോലെ ആണുങ്ങ ഒരു എമൗണ്ട് ഭാര്യയുടെ പിടിച്ചോ ബർക്കത്തിന്. എന്തിന് ഇരിക്കട്ടെ, നിന്റെ കയ്യിൽ ഇരിക്കട്ടെ. ഒരു എമൗണ്ട് ഭാര്യയുടെ കയ്യിലേക്ക് കൊടുക്കണം. എപ്പോഴും എന്താവശ്യം വരുമെന്ന് പറയാൻ കഴിയില്ല. ഒരു എമൗണ്ട് നമ്മുടെ ഭാര്യയുടെ കയ്യിൽ വേണം. എന്താ ഒരു 5000 രൂപ ഭാര്യയുടെ കൈ കൊടുത്ത് എന്താകും? ഒന്നും ആവില്ല. ഭാര്യയുടെ കയ്യിൽ ഒരു എമൗണ്ട് കൊടുക്കണം. കാരണം ചിലപ്പോ ബുദ്ധിമുട്ട് വരാം, രോഗം വരാം, ഭാര്യക്ക് യാചിക്കുന്ന യാചകർ വരാം. സഹോദരന്മാർ ശ്രദ്ധിക്കണം. ഉപ്പയോട് ചില ആളുകള് ഉമ്മാക്ക് പൈസ അയച്ചു കൊടുക്കും. അത് ഉമ്മാക്ക് തന്നെ, ഇയാൾക്ക് ഒരു റൈറ്റും ഇല്ല. ബേസായിട്ടാണ് ആരുമില്ല. മക്കാര് കൊടുക്കും. ഉപ്പയുടെ കയ്യിൽ ഒരു എമൗണ്ട് മക്കൾ കൊടുക്കണം. അബ്ബകന്ത് കാസ് നങ്ങ സാമാൻ നങ്ങ എടുക്കരുത്. കറണ്ട് ബിൽ അബ്ബക്ക് വേണം. അബ്ബക്കും നാണക്കേട്. പള്ളിയിൽ പോകുമ്പോ മുസാഫിർ വരുമ്പോ ഒരു 10 രൂപ മുസല്ലക്കിടാൻ ഒരു ഉസ്താദന്മാർക്ക് ഒരു കൈമടക്കണം ഉപ്പാക്ക് തോന്നി. ഇതിന് മക്കൾ സൗകര്യം ചെയ്തു കൊടുക്കണം. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. പണ്ട് കൊടുത്തിട്ടില്ല. നടക്കുന്ന ജാഗ കേട്ടിട്ട് ബൈ കേട്ടിട്ട് കൊടുത്തിട്ടില്ല. അയാള് പണ്ട് ഒരു ഗ്ലാസ് തണ്ണി കൊടുത്തിട്ടില്ല. ഇപ്പൊ മാസെ ഇന്ദ്രയും കൊടുക്കത്താൻ ഇപ്പൊ ഇല്ല. കൊടുക്കത്ത നിനക്ക് അത്തെന്ന് പറഞ്ഞുകൊണ്ട് പോണത്തിലല്ലാതെ എന്തില്ല. ആവട്ടെ, ഇപ്പോഴാണെങ്കിലും മക്കളെ നിങ്ങളുടെ വാപ്പമാർക്ക് സ്വതക്ക ചെയ്യാൻ, ഉമ്മമാർക്ക് സ്വതക്ക ചെയ്യാൻ, പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ, പള്ളിക്ക് കൊടുക്കാൻ, മദ്രസക്ക് കൊടുക്കാൻ ഒരു എമൗണ്ട് നമ്മുടെ മക്കൾ, ഈ മക്കളൊക്കെ ശ്രദ്ധിക്കണം. ഉപ്പമാരുടെ ഉമ്മമാരുടെ കയ്യിലേക്ക് ഒരു എമൗണ്ട് കൊടുക്കാൻ മറന്നു പോകരുത്. അല്ലാ നീ ഖൈർ നൽകണേ അല്ലാ. പെരുന്നാളൊക്കെ വരുമ്പോ നമ്മുടെ മക്കൾക്കൊക്കെ ഒരു ഗിഫ്റ്റ് അല്ലെ? മക്കൾക്കൊക്കെ ആശായിരിക്കും. ചെറിയ മക്കളൊക്കെ പൈസ പെരുന്നാളിന്റെ കാസ് ഇവിടെ ഉണ്ടോ? പെരുന്നാളിന്റെ കാസ് ഇല്ല. ഇവിടെ എന്തില്ലല്ലോ പഠിച്ചു.